നമ്മുടെ UDF വരികയാണ്. ഇന്ന് നമ്മൾ മാനിഫെസ്റ്റോ അവതരിപ്പിച്ചു രാവിലെ. വെറും മാനിഫെസ്റ്റോ അല്ല, കഴിഞ്ഞ 2 വർഷക്കാലം കഠിനാധ്വാനം നടത്തി ഗവേഷണ തുല്യമായ ഗ്രഹപാഠം ചെയ്ത് തയ്യാറാക്കിയ, ഇന്ത്യയിലെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രതിപക്ഷം ചെയ്ത ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ് നമ്മുടെ. അതിനകത്ത് നമ്മുടെ പുതുയുഗ യാത്രയുടെ സമാപനത്തിൽ പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടികളുണ്ട്. അല്ല, ആദ്യത്തെ ഗ്യാരണ്ടി എന്താണെന്നറിയാമോ? സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര. UDF സർക്കാർ വരുമ്പോൾ UDF സർക്കാരിൻ്റെ അതിഥികളായി കേരളത്തിലെ സ്ത്രീകൾ KSRTC ബസ്സിൽ യാത്ര ചെയ്യും. രണ്ടാമത്, പെൺകുട്ടികൾക്ക്, കോളേജിൽ പഠിക്കുന്നവർ, അവർക്ക് മാസം 1000 രൂപ ധനസഹായം. നമ്മുടെ കുട്ടികൾ പഠിച്ച് മിടുക്കികളായി നമ്മുടെ നാടിൻ്റെ അഭിമാനങ്ങളായി അവർ മാറട്ടെ. മൂന്നാമത്, ചെറുപ്പക്കാർക്ക്, അവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പ. ചികിത്സാ ചെലവ് വളരെ കൂടുതലാണ് നമുക്ക്. ആ ചികിത്സാ ചെലവ് 1/3 കുറയ്ക്കാൻ പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി സാറിൻ്റെ നാമധേയത്തിൽ വലിയൊരു ഇൻഷുറൻസ് പദ്ധതി. പിന്നെ വയോജനങ്ങൾക്കാണ്, അവരെ ചേർത്ത് നിർത്താൻ, അവരെ സംരക്ഷിക്കാൻ നിരവധി പരിപാടികളുമായി പുതിയ വയോജന വകുപ്പ് രൂപീകരിക്കും. പിന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2000 രൂപയിൽ നിന്ന് 3000 രൂപയാക്കി ഉയർത്തി. സ്വപ്ന പദ്ധതികൾ ധാരാളമുണ്ട്. കോസ്റ്റൽ ഷിപ്പിംഗ്, നമ്മുടെ 600 കിലോമീറ്റർ തീരം, 17 മിനി തുറമുഖങ്ങളും 2 അന്താരാഷ്ട്ര തുറമുഖങ്ങളും നമ്മുടെ കണ്ടെയ്നർ ടെർമിനലും എല്ലാം ഉൾപ്പെടുത്തിയുള്ള കോസ്റ്റൽ ഷിപ്പിംഗ് കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റാനുള്ള സ്വപ്ന പദ്ധതി. പിന്നീട് 4 അന്താരാഷ്ട്ര തുറമുഖങ്ങളുള്ള കേരളത്തിൽ അവരെല്ലാം സംയോജിപ്പിച്ച് 27 വ്യോമയാന പദ്ധതികൾ, പൈലറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെടെ, ഏവിയേഷൻ ക്രൂവിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെടെയുള്ള പരിപാടികൾ. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ നമ്മൾ ചലിപ്പിക്കാൻ പോവുകയാണ്. നമുക്ക് ഗ്ലോബൽ ജോബ് വാച്ച് ടവർ, എന്താണത്? ലോകത്തെ തൊഴിൽ രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അതിനനുബന്ധമായിട്ടുള്ള പുതിയ കോഴ്സുകൾ കേരളത്തിൽ ആരംഭിക്കും. ഒരു സ്ഥലത്തും പോകേണ്ടി വരില്ല നമ്മുടെ കുട്ടികൾ. അവരത് കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ അവർക്ക് ജോലിയാണ്, അല്ലെങ്കിൽ സംരംഭം തുടങ്ങാൻ മാനേജ്മെന്റ് മെന്ററെ കൊടുക്കും, ടെക്നോ മെന്ററെ കൊടുക്കും, റിവോൾവിംഗ് ഫണ്ട് കൊടുക്കും, പലിശ കുറച്ച പൈസ കൊടുക്കും. നമുക്ക് 1 വർഷം 2 വർഷത്തിനുള്ളിൽ 10,000 സംരംഭങ്ങൾ നമുക്ക് കേരളത്തിൽ ആരംഭിക്കാം. ഇവിടെ ഒറ്റ കോൺസ്റ്റുവൻസിയിലാണ് 100 സംരംഭങ്ങളെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അതിവിടെ നടക്കും, എനിക്ക് യാതൊരു സംശയമില്ല. അങ്ങനെയുള്ള സ്വപ്ന പദ്ധതികളാണ് നമുക്ക് ധാരാളമായിട്ടുള്ളത്.